ഹലോ അസ്സലാമലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ഹോം മെയ്ഡ് ബ്രെഡ് ക്രംസിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. നമ്മൾ സാധാരണ കളയാറുള്ള ബ്രെഡിൻ്റെ അരികും അതുപോലെ ഇതുപോലുള്ള ഏറ്റവും താഴെ വരുന്ന ബ്രെഡൊന്നും നമ്മളങ്ങനെ കഴിക്കാൻ പറ്റാറില്ല. അപ്പോൾ അതൊക്കെ ഇനി കളയേണ്ടതില്ല. നമ്മൾ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് നമുക്കിതുപോലെ ബ്രെഡ് ക്രംസ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് ആദ്യം മിക്സിയുടെ ജാറൊന്ന് നന്നായി തുടച്ചിട്ട് വലിയ പീസുള്ള ബ്രെഡൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. വെള്ളം ഉണ്ടാകരുത് ജാറിൽ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കേണ്ട, ഒരു പകുതിനേക്കാളും കുറച്ച് കൂടുതൽ ഇട്ട് കൊടുത്താൽ മതി. ഫുള്ള് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് പൊടിഞ്ഞ് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇതിപ്പോൾ ഞാൻ നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ പൊടിച്ചെടുക്കണം കേട്ടോ. ഇതൊന്ന് ചൂടാക്കി എടുക്കാനുണ്ട്. എല്ലാം പൊടിച്ച് കഴിഞ്ഞിട്ട് ഒന്ന് ചൂടാക്കി എടുക്കാം. ഇതുപോലുള്ള ഇങ്ങനെ ബ്രെഡൊക്കെ ഉണ്ടെങ്കിൽ വലിയൊരു കണ്ടെയ്നറിലിട്ട് ഫ്രിഡ്ജിലോ അല്ലെങ്കിൽ കുറേ ദിവസം വെക്കുന്നുണ്ടെങ്കിൽ ഫ്രീസറിൽ വെച്ചാൽ മതി, അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ താഴത്തെ തട്ടിൽ വെച്ചാൽ മതി കേട്ടോ. ഇതിപ്പോൾ ഞാനെല്ലാം പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചൂടാക്കി എടുക്കണം. ഒരു പാന് നന്നായി ചൂടായതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു പകുതി അല്ലെങ്കിൽ ഒരു കാൽഭാഗം ഇട്ട് കൊടുത്തിട്ട് ചൂടാക്കി എടുക്കണം. എല്ലാം ഒന്നിച്ചിട്ട് കൊടുക്കണ്ട. ഒരു 3-4 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചൂടാക്കി എടുത്താൽ മതി. പിന്നെ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. നിർബന്ധമില്ല, ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം. ഇളക്കി കൊടുക്കണം, അടിഭാഗം കരിഞ്ഞു പോകരുത്. ലോ ഫ്ലെയിമിൽ വെക്കാൻ നോക്കുക. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ല, നല്ലൊരു കളറിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്കിനി മാറ്റിയിട്ട് ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ ചെയ്യാം കേട്ടോ. എല്ലാവരും ചെയ്യുന്നുണ്ടാവും ഇങ്ങനെ, പക്ഷേ കുറേ പേരൊക്കെ ഇങ്ങനെ ബ്രെഡിൻ്റെ അരികും അതൊക്കെ കളഞ്ഞിട്ട് പിന്നെ എന്തെങ്കിലും സ്നാക്സോ അങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഇതിന് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് ബ്രെഡോ അല്ലെങ്കിൽ ബ്രെഡ് ക്രംസോ അല്ലെങ്കിൽ റസ്ക് പൊടിച്ചതോ അങ്ങനെയൊക്കെ ചെയ്യാറാണ് പതിവ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുമ്പോൾ നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചത്. ഇതിപ്പോൾ ആയിട്ടുണ്ട്. ഇതിപ്പോൾ ഇത്രയും മതി. ഇതപ്പോൾ തന്നെ വേറൊരു നല്ല ഡ്രൈ ആയിട്ടുള്ള പാത്രത്തിലേക്ക് മാറ്റണം കേട്ടോ. പാനിൽ തന്നെ വെച്ചുകൊണ്ടിരിക്കരുത്. ഇത് നല്ലോണം തണുത്തതിന് ശേഷം നല്ല ഡ്രൈ ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിലോ അല്ലെങ്കിൽ സിപ്പ് ലോക്ക് ബാഗിലോ ആക്കിയിട്ട് ഫ്രിഡ്ജിൽ തന്നെ സ്റ്റോർ ചെയ്യാം കേട്ടോ. പിന്നെ നമുക്ക് എന്തെങ്കിലും സ്നാക്സോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുമ്പോൾ ബ്രെഡ് ക്രംസ് ആയിട്ട് ഇത് യൂസ് ചെയ്യാം. അപ്പോൾ ഇത് ട്രൈ ചെയ്യാത്തവരൊക്കെ ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. പിന്നെ മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്